സി ജോസഫ് വിജയനും ഞാൻ അയ്യോ, ഇത് എത്ര പ്രാവശ്യം കണ്ടത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഓരോ പ്രാവശ്യം കാണുമ്പോഴും രോമാഞ്ചം വരുന്നേ. എന്റെ ദൈവമേ, വല്ല തമിഴ്നാട്ടിലൊക്കെ ജനിച്ചാ മതിയായിരുന്നു. അല്ല, നമ്മളെ നാട്ടിൽ വല്ല നടന്മാരും മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ആരായിരിക്കും ആവണത്? ആ ഒരു ഗുമ്മക്ക് ആർക്കായിരിക്കും ഉണ്ടാവണത്? ഓ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കും. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഓൾ ദി ബെസ്റ്റ് PR വർക്ക്സ്. ഓക്കെ സർ, മനസ്സിലായി സർ, പറഞ്ഞോളൂ. അതെ 10 ഫ്ലക്സ് അല്ലേ? സർ 10 ഫ്ലക്സും ഞങ്ങൾ കൊണ്ടുപോയി കെട്ടിട്ടുണ്ട്. നിങ്ങൾ സമരത്തിന് പോകുന്ന വഴിക്ക് തന്നെയാണ് സർ കെട്ടിയിരിക്കുന്നത്. അതെ, കീറാൻ പാകത്തിന് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. പക്ഷേ 10 ഫ്ലക്സും നിങ്ങൾ കീറണം സർ. സമരത്തിന്റെ ആവേശമല്ല, കിട്ടണ ഫ്ലക്സ് മൊത്തവും നമ്മൾ കീറും. അങ്ങനെ കയ്യിന്നിട്ട് കളിച്ച് കണ്ടവരുടെ ഫ്ലക്സ് വലിച്ചു കീറി കഴിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളെയും വലിച്ചു കീറും സർ. അതൊന്ന് ഓർമ്മയുണ്ടാവണം സർ. പിന്നെ സർ, പ്രധാനമായിട്ട് പറയാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഫ്ലക്സുകൾ വലിച്ചു കീറുമ്പോൾ എല്ലാ മീഡിയയുടെയും അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ വലിച്ചു കീറാൻ. പിന്നെ എന്നാൽ മാത്രമേ ഞങ്ങളുടെ വർക്ക്സ് വർക്ക്ഔട്ട് ആവുള്ളൂ. അതുകൊണ്ടാണ് സർ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അയ്യോ, ഈ നാട്ടിലേക്ക് ഒരു അവസ്ഥയെ എന്തൊരവസ്ഥയാണോ എന്തോ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. കറക്കാൻ പറ്റും. ഇന്ന് ഇവിടെ നടക്കുന്ന സംഭവം നമ്മൾ രണ്ടുപേരല്ലാതെ വേറെ ആരും അറിയില്ല. കാരണം ഞാൻ എല്ലാ സെക്യൂരിറ്റി എടുത്തിട്ടുണ്ട്. വേറെ സ്റ്റാഫുകൾ ആരും ഇല്ല. താഴത്തെ ബാങ്കിൽ നിന്ന് അവധിയാണ്. അതുകൊണ്ട് ആരും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കയറൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ അപ്പുറത്തൊരു കല്യാണം നടക്കുന്നുണ്ട്, അതിന്റെ പാട്ടിട്ടേക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു വിഷയവും ഉണ്ടാവില്ല. വന്നോ, പേടിക്കാതെ അടുത്തേക്ക് വന്നു. നാണമുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും കാലം ഞാൻ ഇവിടെ വന്ന് പണിയെടുക്കുന്നത് നിങ്ങളെ ഞാനൊരു കൂടപ്പുറപ്പായിട്ട് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഒരു സാറായിട്ട് ഞാൻ ഇന്ന് വരെക്കെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ ഈ അനാവശ്യം എന്നോട് പറയാൻ പാടുണ്ടോ? എന്തോന്ന് അനാവശ്യം പറഞ്ഞെന്ന്? CCTV ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ? CCTV ഓഫ് ചെയ്ത് നിങ്ങൾ ഇവിടെ എന്തോ ചെയ്യാൻ പോണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ പൊന്നേതായിരിക്കണം, ചക്കക്കുരു അല്ല. ഫോണിൽ സംസാരിച്ചു തന്നു ഞാൻ. ഫോണിൽ സംസാരിച്ചത് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും? ഒരു പുതിയ കസ്റ്റമറെ വിളിക്കുമ്പം അവരോട് എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കുമ്പോ ഉടനെ അങ്ങും. ഇന്നലെ വരെ ഈ സാധനം ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇന്ന് എനിക്ക് പേടിച്ചൂടെ? ഇന്നലെ വരെ CCTV ഓഫ് ചെയ്യണോന്നൊക്കെ പറഞ്ഞു. CCTV ഓഫ് ചെയ്യണമെന്ന് പറയുമ്പോ ഇത് നീ ആദ്യം എന്താണ് പറയുന്നത് നീ മനസ്സിലാക്കണം. സൂപ്പർ സ്റ്റാർ ജീവൻ രാജ് ഇന്ന് ഇവിടെ വരുന്നു. സൂപ്പർ സ്റ്റാർ ജീവൻ രാജ് ഇന്ന് ഇവിടെ വരുന്നു. പുള്ളിക്ക് മുഖ്യമന്ത്രി ആവണോന്ന്. അവിടെ 3 പേര് കിടന്ന് അടിയും വഴക്കും ഉണ്ടായി. ഇപ്പൊ ഒരു തീരുമാനത്തിൽ എത്തി നിക്കണതേ ഉള്ളൂ. ഇനി ഇങ്ങേരും കൂടെ തന്നെ കയറി കൊടുക്കണം. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ PR കമ്പനിയിൽ അദ്ദേഹത്തിന്റെ PR വർക്ക് ഏൽപ്പിക്കുന്നു. നമ്മുടെ PR വർക്കിലൂടെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അടുത്ത ഇലക്ഷൻ അദ്ദേഹം മത്സരിച്ച് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ മാനേജറാണ് ഇപ്പൊ എന്നെ വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ബാക്കി സ്റ്റാഫുകളെ ആരും വിളിക്കാത്തത്. പ്രിയ, ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം. കേരളത്തിലെ ഏറ്റവും ടോപ്പ് PR വർക്ക് നമ്മളാണെന്ന് ഇന്ന് ജീവൻ രാജ് സാറിന് തോന്നണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അല്ല, ഓൾ ദ ബെസ്റ്റ് ഞാനല്ലേ പറയേണ്ടത്? അല്ല, സാർ ഇത് പറയണത് എനിക്കറിയാം, സാറാണ് പറയേണ്ടത്. പക്ഷെ ഈ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞപ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട് സാർ. നമ്മളെ ബ്രാൻഡാണ് ഓൾ ദ ബെസ്റ്റ്, അത് നമ്മൾ പറയണം. പക്ഷെ വീട്ടിൽ ചെന്ന് പറഞ്ഞ എന്നെ ഇനി ഇറക്കി വിടുമെന്നാണ് പറഞ്ഞേക്കണത്. കഴിഞ്ഞ ദിവസം എന്റെ അമ്മ വിളിച്ചിരുന്നു. അപ്പൂപ്പ സീരിയസ് ആയിട്ട് ICUവിൽ കിടക്കണം. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു ഓൾ ദി ബെസ്റ്റ്. ഞാനൊരു കാര്യം പറയാം. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഏണി പിടിച്ചോണ്ട് വന്നു പറഞ്ഞാൽ ഞാൻ നിന്നെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞു വിടും. ഓൾ ദി ബെസ്റ്റ്. അല്ല, ഇപ്പൊ വരട്ടെ. അപ്പം കട്ടാക്കി നിന്നോളാം.
ഹലോ. അതല്ല, ഞാൻ വിളിച്ചിരുന്നല്ലോ. വിളിച്ചിരുന്നു സാർ. അതെ അതെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ മൊത്തത്തിൽ സേഫ് ആണല്ലോ അല്ലേ? സേഫാണ് സാർ. CCTV വരെ ഞാൻ ഓഫ് ചെയ്തേക്കാം, എല്ലാം സേഫാണ്. ആയിക്കോട്ടെ. ഈ ജീവരാജിന്റെ കാര്യം പുറത്താരും അറിയണ്ട. ആരും അറിയില്ല സാർ, ആരും അറിയില്ല. സേഫ് ആയിരിക്കും. സേഫാണ് സാർ, സേഫാണ് സാർ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു സെൽഫി എടുക്കണം. അതിനെന്താ, എടുത്തോളൂ. നിങ്ങളുടെ അല്ല, ജീവൻ രാജ് സാറിന്റെ. ജീവരാജ് സാറിന്റെ സെൽഫി എടുക്കാൻ പറ്റില്ല, പുള്ളി സമ്മതിക്കൂല സാർ. അല്ല, അബദ്ധത്തിൽ പ്രിയ. അത് ശരിയാവില്ല. വേണം എന്റെ കൂടെ ഒരു. ഇല്ല, മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറ കംപ്ലൈന്റാ. ആണോ? വേണ്ട, എടുക്കണ്ട. സാറിനെ വിളിക്കൂ. ഓ മൈ ഗോഡ്. അതെ, ഈ സിനിമയിൽ മുഴുവനും മേക്കപ്പ് ആണല്ലേ? സാറിന് മേക്കപ്പ് ഇട്ടാണ് 3 മേക്കപ്പ്മാരെ ആത്മഹത്യ ചെയ്തത്. ബാങ്കാക്ക് മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട്. ആണോ? പക്ഷെ ഈ സിനിമയെക്കാട്ടില് നേരിട്ട് കാണാൻ കൊള്ളേ ഇല്ലല്ലേ? സാർ നമസ്കാരം സാർ. നമസ്കാരം സാർ. അതായത് എനിക്ക് ഈ പൊളിസിസിൽ വലിയ പിടുത്തൊന്നുമില്ല. അപ്പൊ എന്നാണ് എന്റെ തത്തപ്പഴിഞ്ഞ തത്തപ്പഴിഞ്ഞ എപ്പോഴാണ് നമ്മളെ ഇങ്ങനെ നിയമസഭ പോയിട്ട് കൈ നീട്ടി തത്തപ്പഴിഞ്ഞ? പുള്ളി സത്യപ്രതിജ്ഞ ഉദ്ദേശിച്ചത് സാർ. അത് സത്യപ്രതിജ്ഞ. തത്തപ്പഴിഞ്ഞ സത്യപ്രതിജ്ഞ. തത്തപ്പഴിഞ്ഞ സത്യപ്രതിജ്ഞ. തത്തപ്പച്ച പച്ച തത്ത, അങ്ങ തത്ത, മഞ്ഞ തത്ത. ഇത് പ്രതിജ്ഞ. അതെ, പുള്ളിക്ക് ചില അക്ഷരങ്ങൾ കിട്ടൂല. ചെറിയൊരു പ്രശ്നം സാറിനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ സിനിമയിലും ഡബിങ് ആണല്ലേ? അതാണ് ഇന്റർവ്യൂ പോലും കൊടുക്കാത്തത്. അതെ അതെ സാറേ, ഈ സത്യപ്രതിജ്ഞ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമാണ്. അത് കഴിഞ്ഞ പറഞ്ഞില്ല. പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തുടക്കമാണ് സത്യപ്രതിജ്ഞ. ഓ, അങ്ങനെ. പക്ഷെ നമ്മുടെ PR-ന്റെ അവസാനമാണ് സത്യപ്രതിജ്ഞ. നമ്മളെ ചിഹ്നത്തിന്റെ കാര്യങ്ങളൊക്കെ. ചിഹ്നത്തിന്റെ കാര്യം നമുക്ക് അല്ല സാറേ, നമ്മളിപ്പോ ഈ PR-ന് വേണ്ടി കുറെ ചിഹ്നങ്ങളും പാട്ടുകളൊക്കെ നമ്മൾ സെലക്ട് എല്ലാം പോയി. അപ്പൊ സാറിനെ കണ്ടപ്പോ പറ്റിയൊരു ചിഹ്നം പഴമാണ്. അത് പറ്റൂല. പഴം നല്ല ചിഹ്നമാണ് സാർ. അത് നല്ല സാറേ, അറിഞ്ഞൂടാത്തോണ്ട് ഇത് പാവങ്ങളുടെ ചിഹ്നം, നല്ല ചിഹ്നം. അത് പറ്റൂല. പഴം നല്ല ചിഹ്നമാണ് സാറേ. അതെനിക്ക് തിരിയൂല. അതാണ് സാറിപ്പോ പറഞ്ഞു. തിരിയൂലെന്ന്. സാറേ, ഈ തിരിയൂലെന്ന് പറഞ്ഞില്ലേ രാ ഉണ്ടായിരുന്നു. രാ തിരിയൂല. പറഞ്ഞു തരാം. ഇങ്ങനെ കിടക്കണ ഇല്ലേ, അതെനിക്ക് പറ്റൂല. ഏത് രാ സാറേ? ഇങ്ങനെ കിടക്കണ ഇല്ലേ, അതെനിക്ക് പറ്റൂല. ഇങ്ങനെ കിടക്കണത് രായല്ലോ. അത് രാ അല്ല, രാ. അതാണ് അതെനിക്ക് പറ്റൂല. പറ്റൂലെന്ന്. അപ്പൊ സാറ് മഴയെന്ന് പറഞ്ഞേ, പുഴയെന്ന് പറഞ്ഞേ, പഴമെന്ന് പറഞ്ഞേ, മഴു പറഞ്ഞേ, മരു. ഇത് പഴം ചിഹ്നം തന്നെയാണ് നല്ലത് കേട്ടോ. അല്ല, ഇതിന് കൊരപ്പാവോ? കൊരപ്പാവോന്ന് സാറേ, കുഴപ്പമാവില്ല. ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇന്ന് കേരളത്തിൽ. സാറ് ധൈര്യമായിട്ടിരി. സാറിനെ നമ്മൾ വോട്ടിട്ട് ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ PR വർക്ക് കൊണ്ട് സാറ് ജയിച്ചിരിക്കും. പഴം മാറ്റി നമുക്ക് ബനാന എന്നാക്കിയാല. ബനാന ഓക്കെ. അപ്പൊ സാറിന്റെ ചിഹ്നം ബനാന. തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ എടുക്കുന്നു. സാർ ഒരു അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ റിപ്പോർട്ടർ വന്ന് സാറിനോട് ചോദിക്കും, സാറേ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ തെരഞ്ഞെടുത്തില്ലേ, സാറിന് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാർ എന്ത് പറയും? രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് പറയും. അങ്ങനെ പറയരുത്. പിന്നെ എനിക്ക് താല്പര്യമില്ലെന്നും രാഷ്ട്രീയം എനിക്ക് പറ്റിയ പണിയല്ലെന്നും പറയണം. അല്ലപ്പോ നിലപാട്? സാറേ, നിലപാടില്ലാത്തതാണ് ഇപ്പോഴത്തെ നിലപാട്. അല്ലപ്പോ ഞാൻ വേണ്ടെന്ന് പറയണം. ആദ്യം പറയണം. വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറിന്റെ പാർട്ടി രൂപീകരിക്കുന്നു, നമ്മൾ ഇലക്ഷൻ തീരുമാനിക്കുന്നു. അപ്പോ പ്രിൻസി സാറിനെ വന്നൊരു ഇന്റർവ്യൂ ചെയ്യും. കുട്ടി അപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്യും. സർ, ഇപ്പൊ പരക്കെ ഒരു പറച്ചിലുണ്ട്, സാറ് മുഖ്യമന്ത്രിയാകുമെന്ന്. അതിനോട് സാർ എങ്ങനെ പ്രതികരിക്കും? മുഖ്യമന്ത്രിയാവും. മുഖ്യമന്ത്രി ആവേണ്ടത്. പറയരുത്. പിന്നെ എങ്ങനെ പറയണം? എന്നെ മൈനസ് ചെയ്തേക്കൂ എന്ന് പറയണം. എന്നെ മൈനസ് ചെയ്തേക്കൂ. അല്ല, അങ്ങനെ മൈനസ് ചെയ്ത് കളഞ്ഞ? മൈനസ് ചെയ്ത് കളയൂല.
സാർ തള്ളിക്കയറണം എന്നിട്ട്. തള്ളിക്കയറാം. അതായത് നിലപാടില്ലായ്മയാണ് ഇപ്പൊ ഏറ്റവും വലിയ നിലപാട്. തള്ളിക്കയറണം എന്നിട്ട് കരഞ്ഞോണ്ട് വീട്ടിൽ പോകണം. വീട്ടിൽ പോയാൽ മതിയല്ലേ, കാരണം ഇനി നമുക്ക് ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ താഴേക്കിടയിലോട്ട് നമ്മൾ യാത്രകൾ ചെയ്യണം. അതായത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മൾ യാത്ര ചെയ്യണം. സൈക്കിളിൽ സൈക്കിളിൽ യാത്ര ചെയ്യണം. സൈക്കിളിൽ യാത്രയാണ്. എല്ലാവരും കാരവനിൽ വന്നാൽ പോരെ, ഞാൻ കാരവനിൽ പോവാം. സാറേ കാരവനിലല്ല, ഈ സൈക്കിളിൽ യാത്ര ചെയ്യണം. സൈക്കിളിൽ പോകണം. സൈക്കിളിൽ പോകണം. അപ്പോഴേ സാധാരണക്കാരുടെ ഇടയിൽ സാറിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റൂ. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പറ്റും. അവർക്ക് അങ്ങനെ തോന്നണം. സാറ് നമ്മളിലുള്ള ഒരാളാണെന്ന് തോന്നണം. സൈക്കിളിൽ പോകുമ്പോ ഒരു പ്രശ്നമുണ്ട്. ഈ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകുമ്പോ വല്ല ഹാരോങ്ങാൻ എടുത്തെറിഞ്ഞാൽ സൈക്കിൾ ഇട്ടേച്ച് ഓടരുത്. സൈക്കിൾ എടുത്തോണ്ട് വേണം. സൈക്കിൾ എടുത്തോണ്ട് പോകണം. കാരണം നിങ്ങളെ ബോംബ് അറിയാനൊന്നും ആരും വരാൻ പോണില്ല. ജനങ്ങളമ്മ അത്ര മണ്ടന്മാരൊന്നും അല്ല, അത് മനസ്സിലാക്കണം. നമുക്കിനി എന്താണ് അടുത്ത പ്ലാൻ? അടുത്തെന്ന് പറഞ്ഞാൽ പാരഡി. ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണ്. വാരയിലെ പാട്ട്. അല്ല, സാറിന് വാഴ എന്ന് പറഞ്ഞ തിരിയില്ലല്ലോ. വാഴയിലെ പാട്ട്. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം സാർ. തുടങ്ങും. 1 2 3 സ്റ്റാർ. നേരാ ജീവൻ രാജ, ഇനി കാലക്കേടുകളില്ല, നേടാം നല്ലത് നേടാം, ജീവൻ രാജ നമ്മുടെ ചങ്ക്. കിട്ടി വോട്ടുകൾ കിട്ടി, പലരും പൊട്ടി, ജനം ഞെട്ടി. കിട്ടി വോട്ടുകൾ കിട്ടി, പലരും പൊട്ടി, ജനം ഞെട്ടി. ഈ ബനാനയ്ക്കൊരു വോട്ട് തരാമോ? ഈ ബനാനയ്ക്കൊരു വോട്ട് തരാമോ? ഈ ബനാനയ്ക്കൊരു വോട്ട് തരാമോ? ഈ ബനാനയ്ക്കൊരു വോട്ട് തരാമോ? മന്ദാകിനി വോട്ടുണ്ടോടി, സുധാകര വോട്ടുണ്ടടാ. മന്ദാകിനി വോട്ടുണ്ടോടി, സുധാകര വോട്ടുണ്ടടാ. അടക്ക വട്ടമില്ല വട്ടടിച്ച പട്ടധാരി, വേലകൾ പഠിച്ചതില്ല പുഷ്പധാരി. അടക്ക വട്ടമില്ല വട്ടടിച്ച പട്ടധാരി. ബനാന. സിനിമയിലെ ഡൂപ്പാണ് മതി സാറേ, ഇത് മതിയല്ലോ. എല്ലായിടത്തും ടൈം അടിക്കണം. എല്ലാം പല സ്ഥലത്തും കുറച്ചാൽ ഡൈവ് അടിക്കേണ്ടി വരും. സൈക്കിൾ ചവിട്ടേണ്ടി വരും. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലണം. അത് ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ സാർ ആദ്യം പറഞ്ഞ തത്തപ്പയഞ്ഞ ഇവിടെ നടക്കൂ. ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ മറ്റു പ്ലാൻ എന്തൊക്കെയാണ്? സാറേ വേഷം പ്രശ്നമാണ് സാറേ. വേഷം പ്രശ്നമാണ്. വേഷം ഭയങ്കര പ്രശ്നമാണ്. ഈ വേഷത്തിൽ എന്താണ് കുഴപ്പം? ഈ വേഷത്തിനൊക്കെ പോയിട്ട് സാധാരണക്കാരുടെ ഇടയിൽ ചെന്ന് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വിചാരിക്കും സാറ് വലിയ കൊമ്പത്തെ ആളാണെന്ന്. കോട്ടൊക്കെ കോട്ടൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്യും. കോട്ടിന്റെ വില എത്ര സാറേ? 2 ലക്ഷം. പിടി. കോട്ട് വേണ്ട. സാധാരണക്കാരനായില്ലേ? കണ്ണാടി. കണ്ണാടിയാ? സൺഗ്ലാസ് വേണ്ട. അയ്യോ, സാർ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് സാറേ. അവരുടെ ഇടയിൽ ഭയങ്കര സാറേ സാധാരണക്കാർക്ക്. 2 ലക്ഷത്തിന്റെ കണ്ണാടിയാണ്. എന്നാ ഇരിക്കട്ടെ. സാറിന് പകുതി ഓക്കെ ആയി. പക്ഷെ ആ വാച്ചും ഷൂവും ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാധാരണക്കാർക്ക് ഇതൊന്നും പിടിക്കില്ല സാറേ. അവരെ മുമ്പ് നമ്മൾ വയലിലൊക്കെ ചെന്നിറക്കുമ്പോൾ ഷൂസ് ഇട്ടോണ്ട് ആദ്യം ഭയങ്കര കൃഷിപ്പണിക്കാരുടെ ഇടയിലേക്ക് നമ്മൾ പോകുമ്പോൾ വാച്ചിട്ട് നല്ല വാച്ച് കേട്ടോ. എന്നാലും അങ്ങോട്ട് ചേരണില്ല സാറേ. സാധാരണക്കാരനാവണില്ല. സാധാരണക്കാരനാവുന്നില്ല. ഈ ഇല ഷർട്ടൊന്നും ശരിയാവൂല്ലോ സാറേ. അതാണ് ഈ നീല കളറൊക്കെ ആണെങ്കിൽ ആളുകൾക്കൊന്നും ഇഷ്ടം. നമ്മൾ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? കൃഷിക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ പോണ വയലില് തന്താനോ 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 തന്താനേ. ഈ ചെളിയിൽ പോകുമ്പോ ഈ പാന്റ് ഇട്ടോണ്ടാ പോണത്. അവിടെ ഉള്ളവരെല്ലാരും മറ്റേ മുണ്ടൊക്കെ കൊടുത്തിട്ടും ഇതൊക്കെ നിക്കുമ്പോ ഈ പാന്റ് ഇട്ടോണ്ടാ പോണേ. തന്താനേ 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 തന്താനേ. രാരിക്കൻഡാരോ രരിക്കൻഡേരോ രാരിക്കൻഡാരോ രരിക്കൻഡേരോ. കൊള്ളാം സാർ. അതില്ലല്ലോ. കാര്യം പറയട്ടാ, ഇനി സർക്കസുകാർക്ക് ഓടണമെന്ന് പറയില്ല. കാരണം നിക്കാൻ എനിക്ക് അപ്പൊ സാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അട്ടഹാസങ്ങളും ആർഭാടങ്ങളും പാടില്ല. സാധാരണക്കാരനായി നമ്മളൊരു സാധാരണക്കാരനായി ജീവിക്കണം. സാധാരണക്കാരനല്ലേ? സാധാരണക്കാരൻ ഇങ്ങനെ നിന്ന് വേണം നമ്മള് വോട്ട് ചോദിക്കാൻ. ഇങ്ങനെ ഒന്ന് സാർ ഒന്ന് വോട്ട് ചോദിച്ചേ. സാർ ഒന്ന് വോട്ട്. ബനാന ചിഹ്നത്തിൽ ഓരോ വോട്ടുകൾ. സാധാരണക്കാരനാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ബനാന ചിഹ്നത്തിൽ കേട്ടോ. എല്ലാ വോട്ട് ചെയ്യണം കേട്ടോ. അമ്മയടുത്തൊക്കെ പറയണം വോട്ട് ചെയ്യണം. ബനാന ചിഹ്നത്തിൽ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം. ബനാനയാണ് ചിഹ്നം. ബനാന ചിഹ്നത്തിൽ എല്ലാരും വോട്ട് ചെയ്യണം കേട്ടോ. എല്ലാ ആൾക്കാരും ചേച്ചി വോട്ടുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ബനാന വോട്ട് ചെയ്യും. അതെ അതെ, ബനാന ചിന്തിക്കരുത്. ബനാനയ്ക്കൊരു വോട്ട്.
കേട്ടോ അല്ല ജീവരാജ് സാറെന്തേ ഓട്ടി ചോദിക്കും. എവിടെ റിഹേഴ്സൽ എടുക്കും. റിഹേഴ്സൽ വോട്ട് ചോദിക്കുകയാണ്. ഇതെന്റെ സാറാണോ ജീവരാജ് സാറാണോ സാധാരണക്കാരനായില്ല ഞാൻ എന്റെ സാർ എന്താ ഇത് നമ്മൾ മുഖ്യമന്ത്രി ആവാൻ പലരും പല വേഷം കെട്ട് നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു വേഷം കെട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഞാൻ പല വേഷം കിട്ടും അതാണ് ഈ ജീവൻ ബനാന അല്ലേ ഒരു കാര്യം അറിയാമോ ഈ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നതേ ഒരു വേഷം കെട്ടാണ്. ബനാന We love you, banana.